കുഞ്ഞ മനസ്സിലെ ഭാവനകളെ കഥകളാക്കി ആലപ്പുഴ സ്വദേശി റിവാൽഡോ സിബി എന്ന 7 വയസ്സുകാരൻ. മാതാ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ റിവാൽഡോയുടേതായി ഇതിനോടകം പുറത്തിറങ്ങിയത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 4 പുസ്തകങ്ങളാണ്. തുറന്ന വായനയും രക്ഷിതാക്കളുടെ പിന്തുണയുമാണ് കഥാരചന സാധ്യമാക്കിയതെന്ന് ഈ കൊച്ചുമിടുക്കൻ ഞങ്ങളോട് പറഞ്ഞു. കാണാം ആ റിപ്പോർട്ട്. അക്ഷരം പഠിച്ച നാൾ മുതൽ ആലപ്പുഴ കളപ്പുര സ്വദേശി സിബിയുടെയും സ്വപ്നയുടെയും മകനായ റിവാൽഡോയ്ക്ക് കളിപ്പാട്ടങ്ങളെക്കാൾ പ്രിയം കഥാപുസ്തകങ്ങളോടായിരുന്നു. രക്ഷിതാക്കൾ റിവാൽഡോയ്ക്കായി കിട്ടുന്നിടത്തു നിന്നൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള കഥാപുസ്തകങ്ങൾ വാങ്ങി നൽകി. അതിലൂടെ കാണാത്ത ലോകങ്ങളെക്കുറിച്ചുള്ള ധാരണ നേടിയ റിവാൽഡോ തന്റെ ഭാവനയിൽ തെളിയുന്ന അമാനുഷ്യ കഥാപാത്രങ്ങളെ പകർത്തി എഴുതിയപ്പോൾ റിവാൽഡോ കഥകൾ ജന്മമെടുക്കുകയായിരുന്നു. കഥകളുടെ ലോകമെന്ന മലയാളം കഥാസമാഹാരവും ലെജൻഡ് ഓഫ് മോൺസ്റ്റർവേഴ്സ്, ദി ഫാൻറ്റംസ് ലൈഫ് പാർട്ട് 1, പാർട്ട് 2 എന്നീ പുസ്തകങ്ങളാണ് 2ാം ക്ലാസ്സുകാരനായ റിവാൽഡോയുടെ പേരിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചത്. വായിക്കുമ്പോ കുറെ എണ്ണം കിട്ടുമ്പോ ഇത്തിരി ടിവിയും കാണുമ്പോ ഒക്കെ കിട്ടുന്നതും കൂടി എഴുതുന്നതാണ്. കുറെ പുസ്തകം വായിക്കുമ്പോ അതിൽ നിന്നും കുറെ കിട്ടും. പിന്നെ കുറച്ച് ഇതൊക്കെ വീഡിയോകളൊക്കെ കാണുമ്പോഴും അതിൽ നിന്നും കിട്ടും. ഞാൻ കുറെ ആലോചിച്ചിട്ടൊക്കെ എഴുതും. പിന്നെ കുറച്ചൊക്കെ ആലോചിച്ചിട്ട് എഴുതും. ഇങ്ങനെയാണെല്ലാം കിട്ടുന്നത്. മകന്റെ രചനാവാസന വലിയ സന്തോഷം പകരുന്നതായും LKG ക്ലാസ് മുതൽ തന്നെ പുസ്തക വായന റിവാൽഡോയ്ക്ക് വലിയ ഹരമായിരുന്നെന്നും റിവാൽഡോയുടെ അച്ഛൻ സിബി പറയുന്നു. കളിക്കുടുക്ക പോലുള്ള ചെറിയ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയതാണ്. അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ആയപ്പം പിന്നെ അതിൽ നിന്ന് മാറി ഡൈജസ്റ്റിലോട്ട് പോയി. ഡൈജസ്റ്റ് ഒരുമാതിരി നല്ല രീതിയിൽ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇംഗ്ലീഷിൽ കഥകൾ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആണ് ഇംഗ്ലീഷ് ചെറിയ കഥകൾ മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നീടാണ് അവൻ സ്വന്തമായിട്ട് ചെറിയ ചെറിയ കഥകൾ ഇങ്ങനെ ഡയറി എഴുതാൻ തുടങ്ങി, ചെറിയ ബുക്കെല്ലാം എഴുതാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഡയറി കൊടുത്തപ്പോൾ ആ ഡയറിയിലോട്ട് കുറിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡയറി നല്ല രീതിയിൽ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് അത് ഞാനത് പുസ്തകമാക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനത് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചത്. 7 വയസ്സിനുള്ളിൽ കുട്ടിക്കഥകളുടെ 4 പുസ്തകങ്ങൾ പൂർത്തിയാക്കിയ ഈ കൊച്ചുമിടുക്കൻ നാളെ ആലപ്പുഴയുടെ അഭിമാനമായ എഴുത്തുകാരനായി മാറുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.